സരോവരത്ത് വിജിലിനെ കുഴിച്ചുമൂടിയ കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെത്തിയിരിക്കുകയാണ്. 2 ദിവസത്തേക്കാണ് 3 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങിയത്. ഒന്നാം പ്രതി നിഖിൽ, രണ്ടാം പ്രതി രഞ്ജിത്ത്, മൂന്നാം പ്രതി ദീപേഷ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രാഹുൽ കെ വി ചേരുന്നുണ്ട്. രാഹുൽ, ഈ കേസിൽ കേരളത്തെ നടുക്കിയ ഈ സംഭവത്തിൽ ഇനി എന്തൊക്കെ കാര്യങ്ങൾ, തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള ഇനി ശേഷിക്കുന്ന നടപടിക്രമങ്ങൾ എന്താണ്? എപ്പോഴാണ് കസ്റ്റഡിയിൽ കിട്ടിയത് പ്രതികളെ? കസ്റ്റഡിയിൽ വിട്ടു നൽകിയത് 2 ദിവസത്തേക്കാണ് കസ്റ്റഡി. ഇപ്പോഴുള്ളത് നമ്മളുള്ളത് സരോവരത്താണ്. ഈ ചതുപ്പിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം വിജിലിന്റെ അസ്ഥിഭാഗങ്ങൾ അന്വേഷണ സംഘം ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ കുഴിച്ചെടുത്തിരുന്നത്. 53 അസ്ഥിഭാഗങ്ങളാണ്. രണ്ടാം പ്രതി രഞ്ജിത്തിനെ കഴിഞ്ഞ ദിവസമാണ് പിടികൂടിയത്. അതായത് ഇയാൾ ഒളിവിലായിരുന്നു, ബംഗളൂരുവിലായിരുന്നു. ആദ്യ 2 പ്രതികൾ പിടിയിലാവുന്ന സമയത്തുണ്ടായിരുന്നത്. പിന്നീട് തെലങ്കാനയിലേക്ക് കടന്നു. തെലങ്കാനയിലെ കമ്മം ജില്ലയിൽ വെച്ചാണ് പിടികൂടിയിരുന്നത്. കോടതിയിൽ ഹാജരാക്കി. അങ്ങനെ ആദ്യമായി രഞ്ജിത്തിനെ, രണ്ടാം പ്രതിയായ രഞ്ജിത്തിനെ തെളിവെടുപ്പിനായി പോലീസ് കൊണ്ടുവരികയാണ്. അല്പസമയത്തിനകം സരോവരത്തെ ഈ ചതുപ്പിലേക്ക് എത്തിച്ച് തെളിവെടുക്കും. രഞ്ജിത്തിനെ മാത്രമാണ് ഇങ്ങോട്ടേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുവരുന്നത്. അതിനുശേഷം വരക്കലിലേക്കാണ് തെളിവെടുപ്പിനായി കൊണ്ടുപോവുക. രഞ്ജിത്തിനെ ഈ ചതുപ്പിൽ കുഴിച്ചു മൂടി 8 മാസങ്ങൾക്ക് ശേഷം അസ്ഥിഭാഗങ്ങളിൽ ചിലത് ശേഖരിക്കുകയും വരക്കൽ കടപ്പുറത്ത് വെച്ച് പ്രതികൾ ശേഷക്രിയ നടത്തുകയും ചെയ്തിരുന്നു. അതായത് ഇതുപോലെ ഒരു മരണം, കുഴിച്ചുമൂടലൊക്കെ നടന്നതിന് ശേഷം ഇങ്ങനെ ശേഷക്രിയ നടത്തി കഴിഞ്ഞാൽ പാപം ഒഴിയുമെന്നാണ് പ്രതികൾ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് ശേഷക്രിയകൾ നടത്തിയിരുന്നു. സരോവരത്തെ തെളിവെടുപ്പ് പൂർത്തിയായാൽ നേരെ വരക്കലിലേക്കാണ് പ്രതികളെ കൊണ്ടുപോവുക. ഒപ്പം അതിനുശേഷം 3 പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു. ഒപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ അസ്ഥിഭാഗങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരുന്നു. അസ്ഥിയിൽ മർദ്ദനമേറ്റതിൻ്റെ പാടുകൾ അല്ലെങ്കിൽ ഒടിവോ ചതവുകളോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത്. അസ്ഥിഭാഗങ്ങളുടെ ശാസ്ത്രീയ പരിശോധനയാണ് നടക്കേണ്ടിയിരിക്കുന്നത്. ഒപ്പം തന്നെ DNA പരിശോധനയിലൂടെയാണ് ഈ അസ്ഥിഭാഗങ്ങൾ വിജിലിൻ്റേത് തന്നെയാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുക. അതിനുള്ള നടപടികളിലേക്കും പോലീസ് ഏതായാലും കടന്നിട്ടുണ്ട്. 6 വർഷങ്ങൾക്കിപ്പുറം വലിയ വഴിത്തിരിവൊക്കെ ഉണ്ടായ കേസാണ്. ഇത്തരം നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി വരികയാണ്. അതിനൊപ്പം തന്നെയാണ് ഈ 2 ദിവസത്തേക്ക് 3 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി രണ്ടാം പ്രതി രഞ്ജിത്തിന് അല്പസമയത്തിനകം ഈ സ്ഥലത്തേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതും. ഒപ്പം തന്നെ എനിക്ക് വലതുവശത്തായി കാണുന്ന ഈ ഒരു വലിയ മരമുണ്ട്. അതിൻ്റെ ചുവട്ടിൽ വെച്ചാണ് ഈ പ്രതികളും ഒപ്പം മരിച്ച വിജിലും മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നത്. 2019 മാർച്ച് 24 ഈ ലഹരി ഉപയോഗിച്ചതിന് ശേഷം വിജിൽ സ്ഥലത്ത് തന്നെ മയങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. ലഹരി മാറിയതിന് ശേഷം വീട്ടിൽ പോകുമെന്ന് വിശ്വസിച്ച് പ്രതികൾ 3 പേരും വീട്ടിലേക്ക് പോയി എന്നാണ് പോലീസിനോട് പറഞ്ഞിരുന്നത്. അതിനുശേഷം അവിടെ നിന്ന് വലിച്ചിഴച്ചു കൊണ്ടുവന്നാണ് ചതുപ്പിൽ താഴ്ത്തിയിരുന്നത്. ഈ അസ്ഥിഭാഗങ്ങളൊപ്പം തന്നെ വിജിലിനെ താഴ്ത്താൻ ഉപയോഗിച്ച കല്ല്, കയർ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ, നിർണായക തെളിവുകൾ കഴിഞ്ഞ ദിവസം പോലീസ് ശേഖരിക്കുകയും ചെയ്തു. ഏതായാലും ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെ തന്നെയാണ് കേസ് ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് രണ്ടാം പ്രതിയെ ഈ സ്ഥലത്തേക്ക് എത്തിച്ച് അല്പസമയത്തിനകം തെളിവെടുക്കുക.